ഈ മാസപ്പടി തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് തിരിച്ചടി എന്ന് മാത്രമല്ല, അത് കനത്ത തിരിച്ചടിയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനകത്ത് ഒറ്റ പോയിന്റേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനകത്ത് പ്രധാനമായും ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസാണെന്നൊരു കോടതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. നോക്കൂ, മാത്യു കുഴൽനാടൻ ഒരു സാമാജികനും പൊതുപ്രവർത്തകനും മാത്രമല്ല, ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. വലിയ പ്രാക്ടീസൊക്കെയുള്ള അഭിഭാഷകനാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ഒരു കാരണവശാലും നടത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഓരോ പാരഗ്രാഫായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരീക്ഷണം. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയായി ബന്ധപ്പെട്ടൊരു കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ മോട്ടിവേഷനെ കോടതി വിശദീകരിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചു, പ്രമോഷനോടുകൂടി നിയമിച്ചു. അതിനെതിരെ ഒരു കേസ് വിജിലൻസ് കോടതിയിൽ ചെന്നു. അന്ന് വിജിലൻസ് കോടതിയിൽ ചെല്ലുമ്പോൾ ആ കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കില്ല എന്ന് കണ്ടു കോടതി തള്ളാനുള്ള കാരണം, അതേ സമയത്ത് തന്നെ മറ്റു 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി പ്രമോഷൻ നൽകിയിരുന്നു. ആ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ നൽകിയ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറാക്കിയതിനെതിരായിട്ടുള്ള ഹർജി അവിടെ ചെന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഇൽമോട്ടീവ് ഉണ്ട് എന്ന് കണ്ടെത്തിയ കോടതി അത് തള്ളിക്കളയായിരുന്നു ചെയ്തത്. സമാനമായിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, കേരളത്തെ ഞെട്ടിച്ചൊരു അഴിമതി വിവരമാണല്ലോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വെളിപ്പെടുത്തിയത് ഇൻകം ടാക്സിന് മുമ്പിൽ CMRLൻ്റെത്. അത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ, രമേശ് ചെന്നിത്തലയുടെ പേരിൽ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിൽ, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ, പിണറായി വിജയൻ്റെ പേരിൽ ഒക്കെ കോടിക്കണക്കിന് രൂപ CMRL നൽകിയിരിക്കുന്നു. എന്തിന്? അവരുടെ വ്യവസായം സുഗമമായി ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നതിന്. അപ്പോൾ അത്രയും വലിയൊരു അഴിമതി നടന്നിരിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഈ പറയുന്ന നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ 3 കക്ഷികളെ മാത്രം വെച്ചുകൊണ്ടുള്ള കേസാണല്ലോ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. പിണറായി വിജയൻ, വീണ തൈക്കണ്ടിയിൽ, പിന്നെ എക്സാലോജിക്ക്. അങ്ങനെ 3 പേരെ മാത്രം അതിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ട് ഈ കേസിന് പോകുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് കോടതിക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനെ പോലെ ഒരു അഭിഭാഷകന് മനസ്സിലാകാതെ പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കോടതി ഈ കേസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതോട് തന്നെ വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുകയാണ്. മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രതിസന്ധി മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും നിയമയുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വരും ദിവസങ്ങളിൽ ഇത് ശക്തമായി തന്നെ CPM ഉന്നയിക്കുമല്ലോ. ഇപ്പോൾ CPMൻ്റെ വാർത്താക്കുറിപ്പുണ്ടല്ലോ, വാർത്താക്കുറിപ്പിൽ വിശദമായിട്ട് CPM അവർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ വിവാദമായിരിക്കും. അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് അവസാനിച്ച് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു വിധി വരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുവന്ന പെർസെപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യുമായിരുന്നു. വലിയൊരർത്ഥത്തിൽ അത് LDFന് ഗുണകരമാകുമായിരുന്നു എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു നീക്കമായിരുന്നു താൻ നടത്തിയതെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്ത്രപരമായി കോടതിയിലേക്ക് പോകുന്നു എന്നാണ്. നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മൂവാറ്റുപുഴ കോടതിയിൽ അത് തള്ളിപ്പോകുന്നു. അത് ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കുന്നു. ആ സമയത്ത് വിജിലൻസ് കോടതിയിലേക്ക് ഈ 3 പേരെ മാത്രം എയിം ചെയ്തു കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ സംശയങ്ങൾ മാത്രമാണ്, മറിച്ച് യാതൊരു വസ്തുതകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി. എസ്പെഷ്യലി ഞാൻ ഒരൊറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ ഒരു കേസാണെന്നൊരു കോടതി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഈ വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. അതവർക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിധി പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. Meet the editors.